ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. നമ്മുടെ കസിൻ സിസ്റ്ററുടെ മോളുടെ ഹാഫ് സാരി സെറിമണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. ജയം കിഡ്സ് പാർക്ക് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ നടക്കുന്നത്. ഫാമിലി മെമ്പേഴ്സും അത്യാവശ്യം ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹാഫ് സാരി സെറിമണിക്ക് പങ്കെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചടങ്ങുകൾ കാര്യമായിട്ടൊന്നും അറിയില്ല. അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. വളകാപ്പിനും ഹൽദിക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ള പോലെ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം ഇതൊക്കെ തൊടിയിക്കുക, പിന്നെ അരിയും പൂവൊക്കെ ഇട്ട് നമ്മൾ അനുഗ്രഹിക്കുക. അതായിരുന്നു ചടങ്ങ്. അങ്ങനെ നമ്മളിതാ ഹാളിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഈ ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ പാർക്കും. അപ്പോൾ യാനുവിന് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അവൻ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, സ്ലൈഡൊക്കെ. പിന്നെ അതേപോലെ ഊഞ്ഞാലുണ്ടായിരുന്നു. കുറച്ച് നേരം അവനെ കൊണ്ട് പാർക്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. വെയിലാണെങ്കിലും അവന് കുറച്ച് നേരം കളിക്കാൻ വേണ്ടി നമ്മളും കൂടെ നിന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ നമുക്ക് വേറെയും കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞൊരു റിലേറ്റീവിൻ്റെ വീട്ടിലും പോയിട്ട് വേണം നമുക്ക് നാട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ പതുക്കെ നമ്മളുടെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഹാളിൽ നിന്ന് പോവുകയാണ്. നല്ല കാറ്റാണ്, അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അത്ര ഇങ്ങോട്ട് അറിയണില്ല. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ പൊതുവെ നമ്മുടെ നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് നമ്മളുടെ ഒരു പുഴുകൽ പോലെയുള്ള ചൂടല്ല അനുഭവപ്പെടുക. കാറ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ സുഖമുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും യാനുവിന് അവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല കാറ്റും അവന് കളിക്കാനുള്ള അത്രയും ഏരിയയും ആ ഒരു ഫ്രണ്ടേജ് ഏരിയ ബാൽക്കണി പോലെയാണ്. നന്നായി കളിക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ യാനു അവിടെ ഒരു സൈക്കിള് കണ്ടു. അവനതിൽ കയറിയിരുന്ന് റൈഡൊക്കെ പോയപ്പോഴേക്കും ആൾ നല്ല ഹാപ്പിയായി. അപ്പോൾ നമ്മളിത് അവിടുന്ന് പോവുകയാണ്. അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.